ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് പിടിച്ചുകൊണ്ടുപോയ 4 വനിതാ സൈനികരെ ഹമാസ് മോചിപ്പിച്ചു. ലിറി അൽഗാബ്, കരീന അരിയേവ്, ഡാനിയേല ഗിൽബോവ, നാമ ലെവി എന്നിവരെ ഗാസ അതിർത്തിയോട് ചേർന്നുള്ള നഹൽ ഓസ് സൈനിക താവളത്തിൽ ഒരു നിരീക്ഷണ യൂണിറ്റിൽ നിന്നാണ് ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ പിടികൂടിയത്. ഇവരെ ഹമാസ് മോചിപ്പിക്കുന്നത് 15 മാസങ്ങൾക്ക് ശേഷമാണ്. പകരമായി ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വന്നത് 200ഓളം പാലസ്തീൻ തടവുകാരെയാണ്. ഈ 4 സൈനികരിൽ ഒരാളായ നാമ ലെവി എന്ന 20 വയസ്സുകാരി ഇന്ത്യയിലാണ് വളർന്നത്. ഇന്ത്യയിലെ US ഇൻ്റർനാഷണൽ സ്കൂളിലായിരുന്നു നാമ ലെവി പഠിച്ചിരുന്നത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇസ്രായേൽ സേനയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഇവരിൽ നിന്ന് എവിടെയാണ് മറ്റു ബന്ദികളെ താമസിപ്പിച്ചിരിക്കുന്നത് എന്നതിൽ കൂടുതൽ വിവരങ്ങൾ മൊസാദിന് അറിയുവാൻ സാധിക്കുമെന്നാണ് ഇസ്രായേൽ സേന കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 4 പേരെ വിട്ടയച്ചതിന് ഏകദേശം 200ഓളം പാലസ്തീൻകാരെ ഇസ്രായേൽ സേന വിട്ടയച്ചത്. ഇവരെല്ലാവരും ഇസ്രായേലിലെ വിവിധ ജയിലുകളിൽ തടവിലായിരുന്നു. ഇസ്രായേൽ വിട്ടയച്ച ബന്ദികളെ എല്ലാവരെയും പാലസ്തീൻകാർ വീരോചിതമായാണ് സ്വീകരിച്ചത്. മരം കോച്ചുന്ന മഞ്ഞിലും അനവധി ആളുകളാണ് ഇവരെ കാത്തിരുന്നത്. ഇവരുടെ കുടുംബക്കാർ മാത്രമല്ല, ഒരു നാട് മുഴുവൻ ഇവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, ഇവർക്കായി കരിമരുന്ന് പ്രയോഗവും ഗാസയിൽ നടത്തപ്പെട്ടു. ഇവരിൽ പലരും സ്ത്രീകളും പ്രായം ചെന്നവരുമാണ്. ഇവരെയെല്ലാം ഇസ്രായേൽ സേന വിവിധ കാരണങ്ങളാൽ പിടിച്ചു കൊണ്ടുപോയതാണ് ഗാസയിൽ നിന്ന്. ഇവർ ഇവരുടെ കുടുംബത്തെ നേരിൽ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഇതിനു മുമ്പ് ഹമാസ് 3 ജൂതബന്ദികളെ മോചിപ്പിച്ചിരുന്നു. അന്ന് ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വന്നത് 90ഓളം പേരെയാണ് മോചിപ്പിക്കേണ്ടി വന്നത്. ഇസ്രായേൽ വിട്ടയച്ച പാലസ്തീൻ ബന്ദികളെല്ലാവരും തന്നെ നല്ല ആരോഗ്യസ്ഥിതിയിലാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഗാസയിലേക്ക് വെടിനിർത്തലിന് ശേഷം തിരിച്ചെത്തിയ ജനങ്ങൾ കാണുന്നത് തങ്ങളുടെ ഭവനങ്ങൾ നിന്നിരുന്ന സ്ഥലങ്ങൾ വെറും കോൺക്രീറ്റ് കൂമ്പാരങ്ങളായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണേണ്ടി വന്നത്. തങ്ങളുടെ ഭവനങ്ങൾ മാത്രമല്ല, തങ്ങളുടെ സ്വന്തമായിട്ടുള്ള എല്ലാ കടകളും വ്യാപാര സ്ഥാപനങ്ങളും ആശുപത്രികളും മോസ്കുമെല്ലാം ഇസ്രായേൽ സേനയുടെ കനത്ത വ്യോമാക്രമണത്തിൽ നശിച്ചു പോയതാണ് അവർക്ക് കാണുവാൻ സാധിച്ചത്. ഇവിടെ ഗാസയിൽ മാത്രം ഈ യുദ്ധത്തിൽ മരണപ്പെട്ടത് 46,000-ലധികം പേരാണ്. വീടുകളിൽ തിരിച്ചെത്തിയ പാലസ്തീനികൾ തങ്ങളുടെ വീടുകൾ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ പോലും മൃതശരീരങ്ങളാണ് കണ്ടെത്തുവാനായി സാധിച്ചിട്ടുള്ളത്. അതിനാൽ ഇനിയും മരണസംഖ്യ ഇപ്പോൾ പറയുന്ന 46,000-ൽ നിന്നും ഉയരുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. എന്തായാലും 15 മാസത്തെ യുദ്ധത്തിന് ശേഷം ഇങ്ങനെയൊരു യുദ്ധവിരാമമുണ്ടായത് തന്നെ ഖത്തർ എന്ന കൊച്ചു രാജ്യത്തിൻ്റെയും അമേരിക്കയുടെയും മറ്റ് അറബ് രാജ്യങ്ങളുടെയും മധ്യസ്ഥതയെ തുടർന്നാണ്. എങ്കിലും യുദ്ധവിരാമമുണ്ടായെങ്കിലും ഗാസയിൽ ആളുകൾക്ക് താമസിക്കുവാനായി കഴിയണമെങ്കിൽ ഇസ്രായേലിൻ്റെ പിടിച്ചുകൊണ്ടുപോയ എല്ലാ ബന്ദികളെയും, അതായത് 250ഓളം വരുന്ന ബന്ദികളെ എല്ലാവരെയും വിട്ടയച്ചാൽ മാത്രമാണ് ഗാസ നിവാസികൾക്ക് അവരുടെ ഭവനങ്ങളിൽ താമസിക്കുവാനുള്ള അനുവാദം ഇസ്രായേൽ നൽകുകയുള്ളൂ എന്നാണ് ഇസ്രായേലിൻ്റെ പട്ടാളക്കാരൻ പറയുന്നത്. എന്തായാലും ഹമാസ് പിടിച്ചുകൊണ്ടുപോയ എല്ലാ ജൂതബന്ദികളെയും വിട്ടയച്ച് പശ്ചിമേഷ്യയിൽ സമാധാനത്തിൻ്റെ പൊൻപുലരി പൊട്ടിവിടരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. തനിനാടൻ ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കല്ലേ. താങ്ക് യു, നന്ദി, നമസ്കാരം.